Hi everyone, myself Ansar CK. ഇന്ന് നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള പുതിയൊരു സെഷനാണ് നമ്മൾ ഓൾറെഡി കുറച്ച് സെഷൻസ് ഇതുവഴി ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്തിട്ട് അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് റീസെൻ്റ്ലി നടന്ന ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള കുറച്ച് പത്തോളജിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന കോമൺലി പല ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ അത് ഡിസ്കഷനിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമുകൾക്കും ഒരുപാട് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഒരു MLT ലാബ് ടെക്നീഷ്യൻ PSC എക്സാം എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോസുകൾ കാണുക. അപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ഹെൽപ്ഫുൾ വീഡിയോസ് അതിലും നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് ഏതായാലും നമ്മുടെ സെഷനിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ പത്തോളജിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ഫോർമേഷൻ സ്റ്റാർട്ട്സ് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ദ RBC ഫോർമേഷൻ? ഏത് RBC സ്റ്റേജ് ഫോർമേഷനിലാണ്, ഏത് RBC സ്റ്റേജിലാണത് ഫോർമേഷൻ സ്റ്റേജിലാണ് ഹീമോഗ്ലോബിൻ സിന്തസിസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഹീമോഗ്ലോബിൻ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പകരം ഹെമറ്റോപോയസിസ് എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഹെമറ്റോപോയസിസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഓരോ സ്റ്റേജും നമ്മുടെ എർത്രോപോയസ് ആണെന്നുണ്ടെങ്കിൽ RBC ഉണ്ടാകുന്നത് വരെ, അതല്ല ഓരോ WBCs ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഓരോ സ്റ്റേജസിലും എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സുകളാണുള്ളത്, എന്തൊക്കെ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സുകളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഹെമറ്റോപോയസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെമറ്റോപോയസിൽ നിന്നും ഒരു 1-2 ക്വസ്റ്റ്യൻസുകളും പല ക്വസ്റ്റ്യൻ പേപ്പറുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഹെമറ്റോപോയസിസ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഹീമോഗ്ലോബിൻ ഫോർമേഷൻ ഏത് സ്റ്റേജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. എനിക്ക് തോന്നുന്നു 2-3 പേപ്പറുകളിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഏത് സ്റ്റേജിലാണ് ഹീമോഗ്ലോബിൻ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. ഓപ്ഷൻ എ ഓർത്തോക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ്, ഓപ്ഷൻ ബി പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ്, ഓപ്ഷൻ സി റെറ്റിക്കുലോസൈറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. ഇവിടെ എന്താണ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സെല്ലുകൾ എന്തൊക്കെയാണ്, ഓരോ സ്റ്റേജുകൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നുള്ളത് വളരെ ഷോർട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഇത്ര പഠിച്ചാൽ പോരാ, നിങ്ങൾ ഇതിലേറെ കൂടുതൽ കാര്യങ്ങൾ നോക്കണം. വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഹെമറ്റോപോയസിസ് എന്ന് പറയുന്ന ഭാഗം വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പം അതിൽ നിന്നും പല രീതിയിലും ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ സ്റ്റേജുകളിലേക്ക് വരുമ്പോൾ എന്താണ് പ്രോ നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ പ്രോ എറിത്രോബ്ലാസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഇസ് റൗണ്ട് ഓർ ഓവൽ ഷേപ്ഡ് ആണ്. അതേപോലെ തന്നെ മോഡറേറ്റ് ടു ലാർജ് സെല്ലായിരിക്കും ഉണ്ടാവുക. അതേപോലെ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന റിം ഓഫ് ബേസോഫിലിക് സൈറ്റോപ്ലാസം മാത്രമേ അവിടെ കാണുള്ളൂ. ന്യൂക്ലിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ പ്രസന്റ് ആയിരിക്കും, അത് പ്രോമിനന്റ് ന്യൂക്ലിയകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് പ്രോ നോർമോബ്ലാസ്റ്റിന്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രോ എറിത്രോബ്ലാസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഓരോന്നിന്റെ പേരും അതർ നെയിം നോക്കി വെക്കുക. പ്രോ നോർമോബ്ലാസ്റ്റ് ഓർ പ്രോ എറിത്രോബ്ലാസ്റ്റ്. ഇനി ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ് ഓർ ബേസോഫിലിക് എറിത്രോബ്ലാസ്റ്റ് ഓർ ഏർലി നോർമോബ്ലാസ്റ്റ്. ഓക്കെ, സെയിം എല്ലാം ഒരു സെല്ല് സ്റ്റേജ് തന്നെയാണ്. അതൊക്കെയാണ് ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ്, ബേസോഫിലിക് എറിത്രോബ്ലാസ്റ്റ്, ഏർലി നോർമോബ്ലാസ്റ്റ്. എല്ലാം ഒരേ പേര്, ഒരേ സാധനം തന്നെയാണ്, ഡിഫറെന്റ് പേരുകളിൽ അറിയപ്പെടുന്നതെന്ന് മാത്രം. ഓക്കെ, ദിസ് ഇസ് സിമിലർ ടു പ്രോ നോർമോബ്ലാസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയാണ്. എക്സെപ്റ്റ് ദാറ്റ് എക്സെപ്ഷൻ എന്താണ്? ന്യൂക്ലിയോളൈ ആർ നോ ലോങ്ങർ വിസിബിൾ. ന്യൂക്ലിയോളൈ എന്ന് പറയുന്നത് എന്താണ്? വിസിബിൾ ആയിരിക്കില്ല. ഇവിടെ എന്താണ്? ന്യൂക്ലിയോളൈ പ്രോമിനന്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? ന്യൂക്ലിയോളൈ എന്ന് പറയുന്നത് നോട്ട് വിസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കുക. എന്താണ്? ന്യൂക്ലിയോളൈ എന്ന് പറയുന്നത് പ്രോമിനന്റ് ആണ്. സോറി, ന്യൂക്ലിയോളൈ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പ്രോമിനന്റ് ആണ്. ഇവിടെ പ്രോ നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ പ്രോ എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജിൽ. ഓക്കെ, ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ബേസോഫിലിക് എറിത്രോബ്ലാസ്റ്റ് ഓർ ഏർലി നോർമോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജിൽ എന്താണ്? ന്യൂക്ലിയോളൈ എന്ന് പറയുന്നത് നോ ലോങ്ങർ വിസിബിൾ ആണ്. ഇവിടെ എന്താണ്? നോൺ പ്രോമിനന്റ് ആണ്, പ്രോമിനന്റ് ആയിട്ട് കാണപ്പെടുന്നില്ല ന്യൂക്ലിയോളൈ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ക്രോമാറ്റിൻ എന്ന് പറയുന്നത്
കോഴ്സ് ആൻഡ് ഗ്രാനുലാർ ക്രൊമാറ്റിൻ ആയിരിക്കും ഉണ്ടാവും. അതേപോലെ തന്നെ കണ്ടൻസേഷൻ ഓഫ് ക്രൊമാറ്റിൻ ഗ്രാനുൾസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടൻസേഷൻ ഓഫ് ക്രൊമാറ്റിൻ എന്താണ് ഏർലി നോർമോബ്ലാസ്റ്റിന്റെ കേസിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഡീപ്ലി ബേസോഫിലിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. അതേപോലെ തന്നെ ഈവൻ മോർ സോ ദാൻ ഇൻ ദ പ്രോനോർമോബ്ലാസ്റ്റിനേക്കാൾ കൂടുതൽ ബേസോഫിലിക് ആയിരിക്കും എന്ത് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഎറിത്രോബ്ലാസ്റ്റിനേക്കാളും മോർ ബേസോഫിലിക് ആയിരിക്കും എന്ത് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ഏർലി നോർമോബ്ലാസ്റ്റിന്റെ കേസിൽ. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഓരോ സെല്ലുകളും അതിന്റെ പ്രത്യേകതകളും നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പോളിക്രോമാറ്റോഫിലിക് എറിത്രോബ്ലാസ്റ്റ് ഓർ ഇന്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണ്? ഇൻക്രീസിംഗ് കണ്ടൻസേഷൻ ഓഫ് ന്യൂക്ലിയർ ക്രൊമാറ്റിന്റെ കണ്ടൻസേഷൻ കൂടുന്നുണ്ട്. അതേപോലെ തന്നെ ഹീമോഗ്ലോബിനൈസേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്വസ്റ്റനിൽ ചോദിച്ചത് എന്തായിരുന്നു? ഹീമോഗ്ലോബിൻ ഫോർമേഷൻ ഏത് സ്റ്റേജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് എന്താണ് സ്റ്റാർട്ടിംഗ് ഓഫ് ഹീമോഗ്ലോബിനൈസേഷൻ ഇസ് വിസിബിൾ ഇൻ സൈറ്റോപ്ലാസം ഇൻ ദ കേസ് ഓഫ് പോളിക്രോമാറ്റോഫിലിക് എറിത്രോബ്ലാസ്റ്റ്. ഓപ്ഷനിൽ എന്താണ്? പോളിക്രോമാറ്റോഫിലിക് എറിത്രോബ്ലാസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഓപ്ഷനിൽ അത് ഉണ്ടായിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഇന്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ രണ്ടും എന്താണ്? സെയിം ആണ്. ഇന്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് ഓർ പോളിക്രോമാറ്റോഫിലിക് എറിത്രോബ്ലാസ്റ്റിലാണ് എന്ത് ഹീമോഗ്ലോബിനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹീമോഗ്ലോബിൻ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓർത്തോക്രോമാറ്റിക് ഓർ എറിത്രോബ്ലാസ്റ്റ് ഓർ ലേറ്റ് നോർമോബ്ലാസ്റ്റ് ആണ്. അപ്പൊ ലേറ്റ് നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഓർത്തോക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റിന്റെ കേസ് എന്ന് പറയുന്നത് എന്താണ്? സ്മോളസ്റ്റ് ഓഫ് ദി ന്യൂക്ലിയേറ്റഡ് എറിത്രോസൈറ്റ് പ്രിക്കേഴ്സസ്. എറിത്രോസൈറ്റ് പ്രിക്കേഴ്സസിന്റെ ഇത്രയും നമ്മൾ പറഞ്ഞ സ്റ്റേജസിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് കാണുന്നത് ഓർത്തോക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ്, ലേറ്റ് നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഓർത്തോക്രോമാറ്റിക് എറിത്രോബ്ലാസ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞില്ലേ പോളിക്രോമാറ്റോഫിലിക്കും ഏർലി നോർമോബ്ലാസ്റ്റ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിലൊക്കെ ഉള്ളതിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് കാണുന്ന എറിത്രോസൈറ്റ് പ്രിക്കേഴ്സർ എന്ന് പറയുന്നത് ഓർത്തോക്രോമാറ്റിക് എറിത്രോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ലേറ്റ് നോർമോബ്ലാസ്റ്റ് ആണ്. അതേപോലെ തന്നെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പിക്നോട്ടിക് ഡീജനറേഷൻ ആയിരിക്കും, പിക്നോട്ടിക് ന്യൂക്ലിയസ് ആയിരിക്കും കാണപ്പെടുന്നത്. ക്രൊമാറ്റിൻ എന്ന് പറയുന്നത് ഗ്രേറ്റ്ലി കണ്ടൻസ്ഡ് ക്രൊമാറ്റിൻ ആയിരിക്കും ഉണ്ടാവുക. സൈറ്റോപ്ലാസത്തിൽ എന്താണ്? ഹീമോഗ്ലോബിൻ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ എന്താണ്? ഹീമോഗ്ലോബിനൈസേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ എന്താണ്? സ്റ്റാർട്ടിംഗ് ഓഫ് ഹീമോഗ്ലോബിനൈസേഷൻ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റനിൽ ചോദിച്ചിരുന്നത്. ദാറ്റ് ഈസ് പോളിക്രോമാറ്റോഫിലിക്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ക്വസ്റ്റ്യൻസ് വളരെ നല്ല രീതിയിൽ വായിച്ചു നോക്കണം, കൺഫ്യൂഷൻസ് വരരുത്. നെക്സ്റ്റ് ആണ് മൈലോബ്ലാസ്റ്റ്. മൈലോഡ് സീരീസ് ആണ്. മൈലോഡ് സീരീസിൽ ഫസ്റ്റ് ആണ് മൈലോബ്ലാസ്റ്റ് ആണ്. മൈലോബ്ലാസ്റ്റിൽ വരുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ലാർജ് റൗണ്ട് സ്ലൈറ്റ്ലി ഓവൽ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിരിക്കും. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് സ്മോൾ എമൗണ്ട് സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കുള്ളൂ. അത് ബേസോഫിലിക് ആയിരിക്കും. അതേപോലെ തന്നെ നോ പ്രസിപ്പിറ്റബിൾ ഗ്രാനുൾസ് ആയിരിക്കും. ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും വിത്ത് നോ കണ്ടൻസേഷൻ ഓഫ് ക്രൊമാറ്റിൻ നിയർ ദ ഇന്നർ സൈഡ് ആയിരിക്കും. ന്യൂക്ലിയോള എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് 2 to 5 പെയിൽ ആയിട്ടുള്ള ന്യൂക്ലിയോള ആയിരിക്കും. പ്രസന്റ് ആയിരിക്കും. സ്കൈ ബ്ലൂ കളറിലായിരിക്കും ന്യൂക്ലിയോളയെ കാണപ്പെടുക. ഓക്കെ, പ്രോമൈലോസൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഇൻഡന്റഡ് ന്യൂക്ലിയസ് വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയോളസ് ആയിരിക്കും. ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയോളസ് പ്രസന്റ് ആയിരിക്കും. അതിന്റെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് അസൂറോഫിലിക് ഗ്രാനുൾസ് ആയിരിക്കും. ഓക്കെ, മൈലോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നോ പ്രസിപ്റ്റബിൾ ഗ്രാനുൾസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ നിന്നാണ് അസൂറോഫിലിക് ഗ്രാനുൾസ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ഡ്യൂറിംഗ് ദ മെച്ചുറേഷൻ ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഗ്രാനുൾസ്. ഇവിടെ എന്താണ്? നമ്പർ ഓഫ് ഗ്രാനുൾസ് കൂടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻക്രീസ് ഇൻ സെൽ സൈസ്, സെല്ലിന്റെ സൈസും എന്ത് ചെയ്യുന്നു? കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രോമൈലോസൈറ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സ്പീഡായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ എനിക്കറിയാം, പക്ഷെ എന്നിരുന്നാൽ നിങ്ങളിത് വളരെ ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയണം, അതുകൊണ്ടാണ്. നെക്സ്റ്റ് ആണ് മൈലോസൈറ്റ് ആണ്. മൈലോസൈറ്റ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിൽ സെക്കൻഡറി ഓർ സ്പെസിഫിക് ഗ്രാനുൾസ് ആയിരിക്കും. റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് അസൂറോഫിലിക് ഗ്രാനുൾസ്. ഇവിടുന്നാണ് അസൂറോഫിലിക് ഗ്രാനുൾസ് കുറയുകയാണ് ചെയ്യുന്നത്. മൈലോസൈറ്റ് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു? ഗ്രാനുൾസ് അസൂറോഫിലിക് ഗ്രാനുൾസ് എന്ത് ചെയ്യുന്നു? നമ്പർ കുറയുകയാണ് ചെയ്യുന്നത്. Okay, cells are further distinguished according to the type of granules that develop, that is neutrophilic myelocyte, eosinophilic myelocyte, basophilic myelocytes. അതായത് നമുക്കറിയാം എന്താണ് WBC എന്ന് പറയുന്നത്? എന്താണ്? ഗ്രാനുലോസൈറ്റ് തന്നെ എന്താണ്? ന്യൂട്രോഫിൽസ് ഉണ്ട്, യോസ്നോഫിൽ ഉണ്ട്, ബേസോഫിൽ ഉണ്ട്. അപ്പോൾ ഇതിന് മൂന്നും മൈലോസൈറ്റിലെ സ്ഥലത്തുമ്പോഴാണ് എന്ത് ഇവർ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് വരുന്നത്. എന്നാൽ ന്യൂട്രോഫിലിക് മൈലോസൈറ്റ് ആയിട്ട് മാറുന്നു, യോസ്നോഫിലിക് മൈലോസൈറ്റ് ആയിട്ട് മാറുന്നു, ബേസോഫിലിക് മൈലോസൈറ്റ് ആയിട്ട് വരുന്നു. ഓക്കെ, ഇതിന് മുമ്പൊക്കെ എന്തായിരുന്നു? മുമ്പുള്ള പ്രിക്കേഴ്സേഴ്സിലാണെങ്കിൽ മൈലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള മൈലോബ്ലാസ്റ്റേ ഉള്ളൂ. മൈലോസൈറ്റ് വരുമ്പോഴാണ് എന്ത് അവർ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മൂന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ന്യൂട്രോഫിലിക് മൈലോസൈറ്റ് ആയിട്ട് മാറുന്നു, യോസ്നോഫിലിക് മൈലോസൈറ്റ് ആയിട്ട് മാറുന്നു, ബേസോഫിലിക് മൈലോസൈറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു? മെറ്റാമൈലോസൈറ്റ് ഉണ്ടാവും. മെറ്റാമൈലോസൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇതിന് പിന്നെ ഫർദർ അല്ല. അപ്പോൾ ന്യൂട്രോഫിലിക് മെറ്റാമൈലോസൈറ്റ്, യോസ്നോഫിലിക് മെറ്റാമൈലോസൈറ്റ്, ബേസോഫിലിക് മെറ്റാമൈലോസൈറ്റ്, അങ്ങനെ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ഫർദർ മെറ്റാമൈലോസൈറ്റ്സ് ഉണ്ടാകുന്നു. അതിന്റെ പ്രത്യേകത എന്താണ്? വേരിയിങ് ഡിഗ്രീസ് ഇൻ ദ ഇൻഡന്റേഷൻ. ഇൻഡന്റേഷനിൽ എന്താണ്? വേരി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇലോങ്ങേഷൻ ഓഫ് ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിന്റെ ഇലോങ്ങേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ഇൻഡിക്കേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ഇൻ ടു ദ മോർ മെച്ചുവർ ജുവനൈൽ ഓർ ബാൻഡ് ഫോംസ്. ബാൻഡ് ഫോർമേഷനോട് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മെറ്റാമൈലോസൈറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ.
നെക്സ്റ്റ് ആണ് ഒരു ബാൻഡ് ഫോം ആണ്. ബാൻഡ് ഫോം ന്യൂട്രോഫിലിക്കിലാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ഇലോങ്ങേറ്റഡ് ന്യൂക്ലിയസ് ദാറ്റ് അപ്പിയേഴ്സ് either യു ഷേപ്ഡ് ഓഫ് എസ് ഷേപ്ഡ്, യു ഷേപ്ഡ് അല്ലെങ്കിൽ എസ് ഷേപ്ഡ് ആയുള്ള ബാൻഡ് കാണിക്കുന്നത് മെയിൻലി സീൻ ഇൻ ദ ന്യൂട്രോഫിലിക് ബാൻഡ് ഫോംസ്, ന്യൂട്രോഫിലിക് സ്റ്റേജ്. ആൻഡ് മെച്ചൂർ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ന്യൂട്രോഫിൽസ് ബേസോഫിൽസ് ജിയോസിനോഫിൽസ് ആയിട്ട് മാറുന്നു. അവിടെ മൾട്ടി ലോബ്ഡ് സെഗ്മെന്റഡ് ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ജിയോസിനോഫിൽ എന്ന് പറയുന്നത് എന്താണ് ബൈലോബ്ഡ് ആയിരിക്കും, ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലോബ്ഡ് ആയിരിക്കും, ബേസോഫിൽ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലോബ്ഡ് ആയിരിക്കും. അതിന്റെ ഓരോന്നിന്റെ ഗ്രാനുൾസിന്റെ പ്രത്യേകതകൾ, അതിന്റെ സൈറ്റോപ്ലാസ്റ്റിന്റെ പ്രത്യേകതകൾ, അതിന്റെ എന്താണ് സൈസിന്റെ പ്രത്യേകത എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് മറ്റൊരു ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഹെമറ്റോപോയിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പക്ഷെ പഠിക്കാൻ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ജസ്റ്റ് കുറച്ച് ചെറിയ കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മതി. അതിൻ്റെ ഫ്ലോ ചാർട്ട്, ആ ഫ്ലോ ചാർട്ട് വെച്ച് തന്നെ പഠിക്കണം. ആ ഫ്ലോ ചാർട്ട് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണത് ഹെമറ്റോപോയിസിന്റെ ഓരോ സ്റ്റേജസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വളരെ നിങ്ങൾക്ക് എന്താണ് പറയുക, പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒന്ന് തന്നെയാണ് ഹെമറ്റോപോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഓരോ സ്റ്റേജസും അതിന്റെ ഫീച്ചേഴ്സുകളും നിങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലീഗൽ ടെസ്റ്റ് ഇസ് ഡൺ ഇസ് ഡിറ്റക്ഷൻ ഓഫ്. ലീഗൽ ടെസ്റ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഓപ്ഷൻ എ ബയൽ പിഗ്മെന്റ്, ഓപ്ഷൻ ബി ബയൽ സോൾട്ട്, ഓപ്ഷൻ സി കീറ്റോൺ ബോഡീസ് ആൻഡ് ഓപ്ഷൻ ഡി ഗാലക്ടോസ്. അതെന്താണ്? ഓപ്ഷൻ സി കീറ്റോൺ ബോഡീസിന് വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ലീഗൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത് ബയൽ പിഗ്മെന്റിനെ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്താണ്, ബയൽ സോൾട്ടിന് യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്താണ്, അല്ലെങ്കിൽ ഹേസ് ടെസ്റ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, ബാൻഡേജ് ടെസ്റ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള പല രീതിയിലും ക്വസ്റ്റ്യൻസുകൾ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ ടെസ്റ്റും മെയിൻലി യൂറിൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ആ യൂറിനിൽ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളും അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ബയൽ പിഗ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ടെസ്റ്റുകളുടെ പേരുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബയൽ പിഗ്മെന്റിന് യൂസ് ചെയ്യുന്ന മെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഫൗഷ്യസ് ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഫോം ടെസ്റ്റ് യൂസ് ചെയ്യാം, മെലിൻ ടെസ്റ്റ് യൂസ് ചെയ്യാം, സ്മിത്ത് ടെസ്റ്റ് യൂസ് ചെയ്യാം, ഡയസോർ ഇക്ടോ ടെസ്റ്റ് യൂസ് ചെയ്യാം, ലൂഗോൾ ഐഡൻ ടെസ്റ്റ് യൂസ് ചെയ്യാം, ഹാരിസൺസ് മോഡിഫിക്കേഷൻ ഓഫ് ഫൗഷ്യസ് ടെസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഫൗസ്റ്റർ ടെസ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൗസ്റ്റർ ടെസ്റ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഫോം ടെസ്റ്റ്, മെലിൻ ടെസ്റ്റ്, സ്മിത്ത് ടെസ്റ്റ്, ഡയസോർ ഇക്ടോ ടെസ്റ്റ്, ലൂഗോൾ ഐഡൻ ടെസ്റ്റ്, ഹാരിസൺസ് മോഡിഫിക്കേഷൻ ഓഫ് ഫൗഷ്യസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താണ് ബയൽ പിഗ്മെന്റ്സിന് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ബയൽ സോൾട്ടിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഹേസ് ടെസ്റ്റ് യൂസ് ചെയ്യാം, പെറ്റൻകോഫേഴ്സ് ടെസ്റ്റ് യൂസ് ചെയ്യാം. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹേസ് ടെസ്റ്റ് ആണ്. സൾഫർ പൗഡർ ഇട്ടിട്ട് അത് സിങ്ക് ചെയ്യുന്നുണ്ടോ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ഹേസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ ടെസ്റ്റുകളും അതിന്റെ പ്രൊസീജിയർ അറിഞ്ഞില്ലെങ്കിൽ അതിന്റെ പേരുകളെങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ബയൽ സോൾട്ടിന് യൂസ് ചെയ്യുന്നതാണ് ഹേസ് ടെസ്റ്റ്, പെറ്റൻകോഫേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കീറ്റോൺ ബോഡീസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? റോത്രാസ് ടെസ്റ്റ്, ലീഗൽസ് ടെസ്റ്റ്, ദിർഹാസ് ടെസ്റ്റ്, ഹാർട്ട് ടെസ്റ്റ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? കീറ്റോൺ ബോഡീസ് യൂസ് ചെയ്യുന്നതാണ്. ഏതൊക്കെയാണ്? റോത്രാസ് ടെസ്റ്റ്, ലീഗൽസ് ടെസ്റ്റ്, ഗെർഹാർഡ്സ് ടെസ്റ്റ് ആൻഡ് ഹാർട്ട് ടെസ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? കീറ്റോൺ ബോഡീസിനാണ് യൂസ് ചെയ്യുന്നത്. യൂറോബെലിനോസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏർലിഷ് ആൽഡിഹൈഡ് ടെസ്റ്റ്, ഹെമറ്റൂറിയക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ബെൻസിഡിൻ ടെസ്റ്റ്, ഓർത്തോട്ടോളിഡിൻ ടെസ്റ്റ്, ഗം ഗുയാക്കം ടെസ്റ്റ്. ഓക്കെ, ഇതൊക്കെ ബെൻസിഡിൻ ടെസ്റ്റ് ഒക്കെ പല സമയങ്ങളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഹാർട്ട് ടെസ്റ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പാരാമീറ്റേഴ്സും അതിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ എന്താ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ പേരുകൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, ഇതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പേരുകളെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ബയൽ പിഗ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഫൗഷ്യസ്, ഫോം, മെലിന്, സ്മിത്ത്, ഡയസോർ ഇക്ടോ, ലൂഗോൾസ് ഐഡൻ, ഹാരിസൺ മോഡിഫിക്കേഷൻ ഫൗഷ്യസ് ടെസ്റ്റ്. ബയൽ സോൾട്ട് ആണെങ്കിൽ ഹേസ് ടെസ്റ്റ് ആൻഡ് പെറ്റൻകോഫേഴ്സ് ടെസ്റ്റ്. കീറ്റോൺ ബോഡീസിനാണെങ്കിൽ റോത്രാസ്, റീഗൽസ്, ഗെർഹാർഡ്സ്, ഹാർട്സ്. യൂറോബെലിനാസിനാണെങ്കിൽ ഏർലിഷ് ആൽഡിഹൈഡ് ടെസ്റ്റ്, ഹെമറ്റൂറിയക്ക് ആണെങ്കിൽ ബെൻസിഡിൻ ടെസ്റ്റ്, ഓർത്തോട്ടോളിഡിൻ ടെസ്റ്റ്, ഗം ഗുയാക്കം ടെസ്റ്റ്. പ്രോട്ടീൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഹീറ്റ് ആൻഡ് അസിറ്റിക് ആസിഡ് മെത്തഡ് അല്ലെങ്കിൽ ബോയിലിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പേർഡീസ് മോഡിഫിക്കേഷൻ ടെസ്റ്റ്, സൾഫർ സാലിസിലിക് ആസിഡ് ടെസ്റ്റ്, കോൺടാക്ട് ടെസ്റ്റ് ഓർ ഹെല്ലർ ടെസ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ മറ്റൊരു കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റുകൾ കൂടെ ഉണ്ട്. സൾഫർ സാലിസിക് ആസിഡ് പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ്, അതിന് പറയുന്നത് മറ്റൊരു പേരാണ് കിങ്ഷോഗ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിക്രിക് ആസിഡ് പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ് ഉണ്ട്. അതിന് 2 ടൈപ്പ് ഉണ്ട്. എന്താണ്? ഓഫ്രേഴ്സ് ടെസ്റ്റ് മെത്തേഡും എസ്ബാക്സ് മെത്തേഡും. ഓക്കെ, ജസ്റ്റ് ആ പേരുകളെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ബെൻസ്റ്റോൺസ് പ്രോട്ടീൻ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ മൈലോമയുടെ എന്താണ് ബെൻസ്റ്റോൺ പ്രോട്ടീൻസ് BJ പ്രോട്ടീൻസ്. അപ്പോൾ ഈ BJ പ്രോട്ടീൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്സ് ആണ് ഓസ്ഗുഡ് മെത്തേഡും ബ്രാഡ്ഷോസ് മെത്തേഡും.
മെത്തേഡും. ഓക്കെ, ഓസ്ഗൂഡ് മെത്തേഡും ബ്രാഡ്ഷോസ് മെത്തേഡും. അപ്പോൾ ഏതൊക്കെയാണ്? പ്രോട്ടീൻസിലാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ആൻഡ് അസിറ്റിക് ആസിഡ് മെത്തേഡ് അല്ലെങ്കിൽ ബോയിലിംഗ് ടെസ്റ്റ് എന്ന് പറയാം, ബേർഡിസ് മോഡിഫിക്കേഷൻ ടെസ്റ്റ്, സൾഫർ സാലിസിലിക് ആസിഡ് ടെസ്റ്റ്, കോണ്ടാക്ട് ടെസ്റ്റ് ഓർ ഹെല്ലറ്റ് ടെസ്റ്റ്, സൾഫർ സാലിസിലിക് ആസിഡ് precipitation ടെസ്റ്റ്, അതിന് പറയുന്ന പേരാണ് കിങ്ഷേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിക്രിക് ആസിഡ് പ്രോട്ടീൻ precipitation ടെസ്റ്റ്, അതിന് 2 മെത്തേഡ്സ് ഉണ്ട്, ഓഫ്ലിറ്റ്സ് മെത്തേഡും എസ്ബാക്സ് മെത്തേഡും. ബെൻസ്റ്റൺ സ്പോട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓസ്ഗൂഡ് മെത്തേഡ്, ഫ്രാഡ്ഷോ മെത്തേഡ്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രോട്ടീൻസിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ബെലഡിക്സ് ടെസ്റ്റ്, ഫെലിങ്സ് ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഫ്രക്ടോസ് ആണെന്നുണ്ടെങ്കിൽ സെലിമിനോസ് ടെസ്റ്റ് യൂസ് ചെയ്യാം. ലാക്ടോസ് ആണെങ്കിൽ റെപ്നസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫിയസിൻ മെത്തിലേമി ടെസ്റ്റ്. ഫെൻഡോസ് ആണെന്നുണ്ടെങ്കിൽ ബയാൽസ് ടെസ്റ്റ്. ഗാലക്ടോസ് ആണെന്നുണ്ടെങ്കിൽ ബെനഡിക്സ് ടെസ്റ്റ്. ഈ ബയാൽസ് ടെസ്റ്റ് ഒക്കെ ഏതൊരു വർഷം ചോദിച്ചിട്ടുണ്ട്, ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെൻഡോസിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് ആണെങ്കിൽ ബെനഡിക്സ് ടെസ്റ്റ്, ഫെലിക്സ് ടെസ്റ്റ്, ഫ്രക്ടോസിന് ചെയ്യുന്നത് സെലിമിനോസ് ടെസ്റ്റ്, ലാക്ടോസിന് ചെയ്യുന്നത് റെപ്നസ് ടെസ്റ്റ് ഓർ ഫിയസിൻ മെത്തിലേമി ടെസ്റ്റ്, പെൻഡോസ് ആണെന്നുണ്ടെങ്കിൽ ബയാസ് ടെസ്റ്റ്, ഗാലക്ടോസ് ആണെന്നുണ്ടെങ്കിൽ ബെനഡിക്സ് ടെസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് ടെസ്റ്റുകളുടെ പേരും അതിന്റെ പാരാമീറ്റേഴ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻസ് വരരുത്, നിങ്ങൾ ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇതെല്ലാം നമ്മൾ ലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വളരെ കൺസൈസ് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺ ഫോം ഓഫ് യൂറിൻ പ്രിസർവേഷൻ? ഇവിടെ ഞാൻ ചോദിച്ചിട്ടുള്ളത് യൂറിൻ പ്രിസർവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. പലപ്പോഴും പല ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകുന്നതാണ് യൂറിൻ പ്രിസർവേറ്റീവ്സ് വെച്ചിട്ട് ബെസ്റ്റ് യൂറിൻ പ്രിസർവേറ്റീവ് ഏതാണ്, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് യൂറിൻ പ്രിസർവേറ്റീവ് അല്ലാത്തത്, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് യൂറിൻ പ്രിസർവേറ്റീവ് ആയിട്ടുള്ളത്, അത്തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ്, അതേപോലത്തെ യൂറിൻ പ്രിസർവേഷൻസ് പത്തോളജിയിൽ മാത്രമല്ല ബയോകെമിസ്ട്രിയിലും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? മോസ്റ്റ് ഈസിയസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺ ഫോം ഓഫ് യൂറിൻ പ്രിസർവേഷൻ ആണ്. മോസ്റ്റ് ഈസിയസ്റ്റ്, വേറെ കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ലാതെ ഈസി ആയിട്ടുള്ള മെത്തേഡ്, അതേപോലെ മോസ്റ്റ് കോമൺ ഫോം, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബോറിക് ആസിഡ്, ഓപ്ഷൻ സി സോഡിയം ഫ്ലൂറൈഡ്, ഓപ്ഷൻ സി ഫ്രീസിംഗ്, ഓപ്ഷൻ ഡി റെഫ്രിജറേഷൻ. എന്താണ് ബോറിക് ആസിഡ്, സോഡിയം ഫ്ലൂറൈഡ് ഒക്കെ നമ്മൾ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് മോസ്റ്റ് കോമൺ ആൻഡ് ഈസിയസ്റ്റ് മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് റെഫ്രിജറേഷൻ. റെഫ്രിജറേഷൻ എന്നാൽ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു പണിയോ ഇല്ല, നമുക്ക് എന്താണ് കോൺസെൻട്രേഷൻ മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് റെഫ്രിജറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. So option D is the right answer. ഞാൻ കുറച്ച് യൂറിൻ പ്രിസർവേറ്റീവ്സിന്റെ പേരുകളും അതിന്റെ ഫംഗ്ഷൻസും അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റെഫ്രിജറേഷൻ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്. ബോറിക് ആസിഡ്, തൈമോള്, ഫോർമാലിൻ, ടൊളുവിൻ, സോഡിയം ഫ്ലൂറൈഡ്, ഫീനോള്, സക്കമൻസ് പ്രിസർവേറ്റീവ്, കൊമേഴ്ഷ്യൽ ടാബ്ലറ്റ്സ്, ആസിഡ് ഫിക്സേറ്റീവ്സ്, ആൽക്കലൈൻ ഫിക്സേറ്റീവ്സ്, ഇതൊക്കെ നമുക്ക് എന്താണ് ഫിക്സേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനൊക്കെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് അവിടെ ടാബിളാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷെൽഫ് ലൈഫ് ഓഫ് പ്ലേറ്റ്ലെറ്റ് ആണ്. പ്ലേറ്റ്ലെറ്റിന്റെ ഷെൽഫ് ലൈഫ് എത്ര എന്നുള്ളത്. ഓരോ കമ്പോണൻസ് വരുമ്പോഴും ഓരോ ബ്ലഡ് കമ്പോണൻസിലും എന്താണ് ബ്ലഡ് പ്രൊഡക്ട്സിലും എന്താണ് അതിന്റെ ഷെൽഫ് ലൈഫ്, അതിന്റെ സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഇപ്പോൾ ഏതെങ്കിലും ആന്റി കോയാഗുലൻസ് യൂസ് ചെയ്യുമ്പോൾ എത്ര ദിവസം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, അഡിറ്റീവ്സ് യൂസ് ചെയ്യുമ്പോൾ എത്ര ഡേയ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള രീതിയിലൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് CPDA-യിൽ എത്ര ദിവസം നമുക്ക് പാക്കഡ് സെൽസ് യൂസ് ചെയ്യാം, CPDA-യിൽ അതായത് അഡിറ്റീവ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എത്ര ദിവസം വരെ സ്റ്റോർ ചെയ്യാം, അഡിറ്റീവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം, അങ്ങനെ ഓരോ രീതിയിൽ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ഷെൽഫ് ലൈഫും അതിന്റെ സ്റ്റോറേജും കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ്. അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിന്റെ ടെമ്പറേച്ചർ, പ്ലേറ്റ്ലെറ്റിന്റെ സ്റ്റോറേജിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നമുക്കറിയാം എന്താണ് ഫ്രീക്വന്റ് അജിറ്റേഷൻ നമ്മൾ ചെയ്യുക. 22 ഡിഗ്രി സെൽഷ്യസിൽ എന്തായിരുന്നു ഫ്രീക്വന്റ് അജിറ്റേഷൻ കൊടുക്കും പ്ലേറ്റ്ലെറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിന്റെ സ്റ്റോറേജിന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഷെൽഫ് ലൈഫ് ഓഫ് പ്ലേറ്റ്ലെറ്റ് ആണ്. പ്ലേറ്റ്ലെറ്റിന്റെ ഷെൽഫ് ലൈഫ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1 day, ഓപ്ഷൻ 3 day, ഓപ്ഷൻ സി 5 to 7 days, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ. യൂഷ്വലി നമ്മൾ 5 days ആണ് പറയാറുള്ളത്. അപ്പോൾ ഒരു മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആയിട്ട് പറയുന്നത് 5 to 7 days ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് നോക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ് ഓരോ ബ്ലഡ് പ്രോഡക്ട്സും അതിന്റെ സ്റ്റോറേജ് ടെമ്പറേച്ചർ, അതേപോലെ തന്നെ അതിന്റെ ഡേയ്സ്, അതിന്റെ എക്സ്പയറി ഡേറ്റും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ മെയിൻലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് വോൾ ബ്ലഡിന്റെ കേസിൽ 1 to 6 ഡിഗ്രി സെൽഷ്യസിനാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അത് ACD CPD ഒക്കെ ആയിട്ടുള്ള ആന്റികോഗുലൻസ് ആണെന്നുണ്ടെങ്കിൽ 21 days, CPDA ആണെന്നുണ്ടെങ്കിൽ 1 to 35 days ആണ്. ഈ റെഡ് ബ്ലഡ് സെൽസ് ആണെന്നുണ്ടെങ്കിൽ സെയിം അതുപോലെ തന്നെ 21 days ACD CPD-യിലും, CPDA ആണെന്നുണ്ടെങ്കിൽ 35 days ആണ്. പിന്നെ അതുപോലെ അഡിറ്റീവ് സൊല്യൂഷൻസ് ആഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് 42 days വരെ നമുക്ക് കീപ്പ് ചെയ്യാം. പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 20 to 24 ഡിഗ്രി സെൽഷ്യസിൽ എന്താണ് 24 hours to 5 days ആണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ FFP ആണെന്നുണ്ടെങ്കിൽ
ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ ആണെന്നുണ്ടെങ്കിൽ -18 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ -65 ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റോർ ചെയ്യുക. -18 12 months, -65 7 years നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ അത് തോ ചെയ്യുമ്പോൾ FFP തോ ചെയ്ത് കഴിഞ്ഞാൽ 1 to 60 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതായത് 24 hour മാത്രമേ ലൈഫ് ഉള്ളൂ. ഓക്കെ, അതായത് FFP നമ്മൾ വൺസ് തോ ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് നമ്മൾ അതിനെ ഫ്രീസ് ചെയ്ത സ്ഥലത്ത് നിന്നും മാറ്റിയിട്ട് അതിനെ ലിക്വിഡ് ഫോമിലേക്ക് ആക്കി മാറ്റി കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ അതിനെ വിത്തിൻ 24 hour നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, പിന്നീട് അത് നമുക്ക് ഫർദർ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പിന്നെ ചെയ്യുന്നത് ആ 24 hour കീപ്പ് ചെയ്യുന്നത് 1 to 6 ഡിഗ്രി സെൽഷ്യസിലാണ്. അതേപോലെ തന്നെ ഫ്രഷ് പ്ലാസ്മയുടേത്, തോഡ് പ്ലാസ്മ, ക്രയോ പ്രസിപ്പിറ്റേറ്റ് എല്ലാം ഈ ടാബിളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടാബിൾ നിങ്ങൾ ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെ എക്സ്പയറി ഡേറ്റും അതിൻ്റെ സ്റ്റോറേജ് ടെമ്പറേച്ചറും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. പലപ്പോഴും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ട്രാൻസ്മിറ്റഡ് ഡിസീസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലാത്തതെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്താണ് ബ്ലഡ് ബാങ്കിങ്ങിൽ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണ്? സ്ക്രീനിങ് ചെയ്യാറുണ്ട്. കാരണം സ്ക്രീനിങ് ചെയ്യുന്നത് എന്താണ്? ടു പ്രിവെന്റ് ദ ട്രാൻസ്മിഷൻ ഡിസീസസ്, മെയിൻലി ടു പ്രിവെന്റ് ദ ട്രാൻസ്മിഷൻ ഡിസീസസ് പ്രിവെന്റ് ചെയ്യാൻ. അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് കോസ് കോമ്പാറ്റബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ടോ ഇല്ല എന്നുള്ള സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഒരാളിൽ നിന്ന്, ഒരു ഡോണറിൽ നിന്ന് മറ്റൊരു റെസിപ്പിയന്റിലേക്ക് അത്തരത്തിലുള്ള ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? സിഫിലിസ്, മലേറിയ, ടൈഫോയിഡ്, HTLV. എന്താണ്? സി ഇസ് ദ റൈറ്റ് ആൻസർ. ടൈഫോയിഡ് ആണെന്ന് നോട്ട് എ ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വായിക്കണം. എന്താണ്? നോട്ട് എ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ല ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ വായിക്കണം. നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ചിലപ്പോൾ മാർക്ക് ചെയ്ത് കൂടാ ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇവിടെ നോട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് വിട്ടുപോകരുത്. ക്വസ്റ്റ്യൻസ് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഓക്കെ, ഓപ്ഷൻ സി ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ് ഒരിക്കലും എന്താണ് ഒരു ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ല. ഫുഡ് വഴി, വാട്ടർ വഴിയൊക്കെയാണ് മെയിൻ ടൈഫോയിഡ് കോസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ടൈഫോയിഡ് ഇസ് ദ റൈറ്റ് ആൻസർ. അതാണ് ഇവിടെ നോട്ട് എ ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. വൈറൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആൻഡ് പാരസൈറ്റിക് ട്രാൻസ്മിറ്റഡ് ഡിസീസ്. വൈറൽ ഡിസീസസിൽ വരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ജി വൈറസ്, HIV, EBV, CMV, അതേപോലെ തന്നെ HTLV, വെസ്റ്റ് നൈൽ, പാർവോ വൈറസ്, ഡെങ്കു വൈറസ് ഒക്കെ എന്താണ് ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ വൈറൽ ഏജൻസിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ബാക്ടീരിയയിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ സിഫിലിസ്, ബ്രൂസെല്ല, മൈക്രോഫൈലേറിയ. പാരസൈറ്റിലേക്ക് വരുമ്പോൾ മലേറിയ, ടോക്സോപ്ലാസ്മ. ഓക്കെ, മൈക്രോഫൈലേറിയ ശരിക്കും പാരസൈറ്റിലാണ് വരുന്നത്. എനിവേ ബാക്ടീരിയയിലാണ് സിഫിലിസ്, ബ്രൂസെല്ല, പാരസൈറ്റിലാണ് മലേറിയ, ടോക്സോപ്ലാസ്മ ആൻഡ് മൈക്രോഫൈലേറിയ. ഓക്കെ, ഇത്രയും ഡിസീസസ് ആണ് കോമൺലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൽ വരുന്നത്. അപ്പൊ ഇത് മാത്രമേ നമുക്ക് ഏകദേശം ചോദിക്കാൻ ചാൻസസ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്തിരിക്കുക. ഇതിൽ എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം? ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ജി ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഡിയും എന്താണ് എന്താണ് നമ്മുടെ ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ വരുന്നത്. ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും എന്താണ് ട്രാൻസ്മിറ്റഡ് അല്ല. അതെന്ത് ചെയ്യുന്നു? അത് രണ്ടും വാട്ടർ ബോൺ ഡിസീസ് ആണ് വരുന്നത്. HAV എന്ന് പറയുന്നതും HEV എന്ന് പറയുന്നതും എന്താണ്? ഇത് രണ്ടും എന്താണ് ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ല, ഹെപ്പറ്റൈറ്റിസ് ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള. ബാക്കിയുള്ള ബിയും സിയും ഡിയും ജിയും ഒക്കെ എന്താണ് ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ഓക്കെ, എയും ഇയും മാത്രം എന്താണ് ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ല. ഓക്കെ, അത് ഓർത്തിരിക്കുക. അത് ആ രീതിയിലും ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അതായത് ഹെപ്പറ്റൈറ്റിസ് ഗ്രൂപ്പിൽ ഏതാണ് ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലാത്തതെന്നുള്ളത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ. ഏതൊക്കെയാണ് ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്നുള്ളതിന്റെ എക്സാമ്പിൾസുകൾ അറിഞ്ഞിരിക്കുക. വൈറൽ ഏജൻസും ബാക്ടീരിയൽ ഏജൻസും പാരസിറ്റിക് ഏജൻസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഇനിയും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുകൾ പത്താഴ്ചയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ്, ഒരു 5 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു സെഷനിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ഒരു 5 മാർക്ക് അല്ലെങ്കിൽ ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അതെല്ലാം തന്നെ ഇതുമായി റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസുകളെ മിക്കവാറും ചോദിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സുകൾ ഇതുപോലെയുള്ള മറ്റുള്ള ക്വസ്റ്റ്യൻസുകളുമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.